ഓക്കെ ലത, ഗുഡ് മെഡിറ്റേഷൻ. ഓക്കെ സനിൽ, ഓക്കെ. ഇന്ന് പുതുതായിട്ട് ഫസ്റ്റ് ടൈം വരുന്ന മെമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ, സ്ഥിരമായിട്ട് വരുന്നവരല്ല ഉള്ളത്. മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി ചെയ്യുക, അതിന്റെ ആ ഒരു മാക്സിമം ബെനിഫിറ്റ് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. ഡെയിലി മെഡിറ്റേഷൻ ഹലോ ചെയ്യുന്ന. സാറേ, ഞാൻ ഫസ്റ്റ്. ഹലോ സാറേ, ഞാൻ ഫസ്റ്റ് ആയിട്ട് ഹലോ, വരണം. പറഞ്ഞോ. ഫസ്റ്റ് ടൈം ആണോ? ആദ്യമായിട്ട് വരിക, ആദ്യമായിട്ട് വരണം. ഓക്കെ ഓക്കെ ഓക്കെ. മെഡിറ്റേഷൻ അപ്പൊ നമ്മൾ ഡെയിലി ഞാൻ മെഡിറ്റേഷൻ ഉണ്ടാവും, ഡെയിലി ചെയ്യണം മെഡിറ്റേഷൻ. അപ്പോഴാണ് നമുക്ക് ഏത് സംഭവമായിരുന്നാലും സ്കില്ലായിരുന്നാലും, നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, കുറെ പേരുണ്ടല്ലോ ആദ്യമായിട്ട് വരുന്ന. ഓക്കെ, ഞാൻ പറയാം. മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തോ? ഹൗ വാസ് ഇറ്റ്? ഓക്കെ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാല് നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നമ്മൾ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അധിക സമയത്തും അധിക ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ സ്വന്തം മനസ്സിനെ കുറിച്ച്, മനസ്സിന്റെ ഉള്ളിൽ എന്താ നടക്കണതെന്നൊന്നും പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല, അത് പഠിക്കില്ല, മനസ്സിലാക്കില്ല. അതിന്റെ ഉള്ളിൽ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ബാക്കിയുള്ളവരെ കുറിച്ച് പഠിക്കാൻ, മെന്റലിസം, ബാക്കിയുള്ളവരുടെ മനസ്സ് പഠിക്കാനൊക്കെ ഭയങ്കര ത്വരയായിരിക്കും. ഓട്ടോമാറ്റിക്കലി, പ്രത്യേകിച്ച് പുറത്തൊക്കെ നമ്മളെ ചെന്നാല് ആളുകൾ പറയാം മലയാളിക്ക് പ്രത്യേകം കൂടുതലായിട്ടുള്ള ത്വരയാണ് എന്നൊക്കെ പറയും. അത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മള് കൂടുതലായിട്ട് ബാക്കിയുള്ളവരെ പഠിക്കുന്നു, സാഹചര്യങ്ങളെ പഠിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുന്നു. പക്ഷെ EFTയില് EFT മെന്റർ എന്ന് നമ്മള് ഒന്നും കൂടി വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തകളുടെ ഒരു പ്രൊജക്ഷൻസ് മാത്രമാണെന്നാ പറയാം. നമ്മുടെ ചിന്തകൾ എന്താണോ നമ്മൾ ചിന്തിച്ചു പോകുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുക. സിംപിളി പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ്ഡ്, കൂടുതലായിട്ട് ചിന്ത കൊടുക്കുന്നത്, നിങ്ങൾ നെഗറ്റിവിറ്റിയിലാണ് ഏത് സമയം ചിന്ത കൊടുക്കുന്നത്. ഇല്ലായ്മയെ കുറിച്ച് പറയുന്നു, ദുരിതങ്ങളെ കുറിച്ച്, ദുരന്തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നോക്കിക്കാണുക. അതായിരിക്കും കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. സാഹചര്യങ്ങളിൽ ആളുകളെ നിങ്ങൾ എടുത്തു നോക്കി, അവരുടെ നെഗറ്റീവ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുള്ളൂ. എന്ത് സാഹചര്യങ്ങളിലും അതിലെ നെഗറ്റീവ്സ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മുന്നിൽ വരിക. അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ചിന്തകളുടെ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെ? നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നെഗറ്റീവ് ആലോചിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഴയ നെഗറ്റീവ്സ് ഒക്കെ, ഇപ്പൊ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം സംഭവിച്ചു, അതിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി പഴയ കാലത്തുണ്ടായ സംഭവങ്ങള്, ദുരിതങ്ങള്, പ്രശ്നങ്ങള് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, അല്ലേ? ജസ്റ്റ് കമന്റ്. അതായത് മനസ്സിലൊരു മെക്കാനിസം ഉണ്ട്, ചെയിൻ മെക്കാനിസം. നിങ്ങൾ നെഗറ്റിവിറ്റിയിലാ ഇരിക്കുക എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ദുരന്തമാണ് എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മനസ്സ് തിരിച്ചു പറഞ്ഞു തരും, ഇപ്പൊ മാത്രമല്ല, നീ ചെറുപ്പം മുതലേ ഒരു ദുരന്തമായിരുന്നു എന്നുള്ളത്. അത് മനസ്സിന്റെ ഒരു മെക്കാനിസമാണ്, ചെയിൻ മെക്കാനിസമാണ്. നമ്മളത് നെഗറ്റിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സകല നെഗറ്റീവ് നമ്മളിലേക്ക് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വരും. കാരണം നമ്മൾ ആ നെഗറ്റീവിന്റെ എനർജി മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ഇമോഷൻ മനസ്സിലായി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സ് പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മൾ പോസിറ്റിവിറ്റിയിലാണ്, ഹാപ്പിയാണ്, സന്തോഷത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്ത ഗ്രാറ്റിറ്റ്യൂഡുകളെ കുറിച്ച്, നല്ല കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി മനസ്സ് അതും അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സ് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. സിമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വിചാരിച്ചു, അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാൻ വേണ്ടി വിചാരിച്ചു, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചാൽ, അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നിങ്ങളെ മുന്നിൽ നിങ്ങൾ കാണും, അല്ലെ? ഒരു വണ്ടി എടുക്കാൻ വിചാരിച്ചാൽ പിന്നെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക നാട്ടിൽ എല്ലാവരുടെ കയ്യിലും ആ വണ്ടി ഉണ്ട് എന്നുള്ളത്, അല്ലെ? ഒരുപാട് ആൾറെഡി നമ്മുടെ നാട്ടിൽ ആ വണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ബിസിനസ് ആയിരുന്നല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ ആ ബിസിനസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലേ? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇതേപോലെ നിങ്ങൾക്ക് ഫീലിംഗ് വന്നിട്ടില്ലേ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, നമ്മൾ എന്താണോ ചിന്തിച്ചു പോകുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് മനസ്സിൽ കാണുക. മനസ്സ് ജസ്റ്റ് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാല് ജസ്റ്റ് വാലിഡേഷൻ ആൻഡ് കൺഫർമേഷൻ എന്നാ പറയാ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത്
വാലിഡ് ആക്കാൻ വേണ്ടി, അത് ശരിയാക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സ് പുറത്തത്തെ കാഴ്ചകൾ പിക്ക് ചെയ്തെടുക്കുള്ളൂ. ഇല്ലേ? ജസ്റ്റ് കമന്റ്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ പുതിയൊരു വാഹനം എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും. അത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, മിനിയാന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ മുന്നുകൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല, നമ്മളത് കെയർ ചെയ്തിരുന്നില്ല. നമ്മുടെ മുന്നിലൂടെ ആ ഓ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിരുന്നു. നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങൾ ഇന്നലെയും ആ കടകളും ഷോപ്പുകളും അവരൊക്കെ ഇന്നലെയും വർക്ക് ചെയ്തിരുന്നു. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് പോവായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഇൻവോൾവ്ഡ് ആയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങളും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടോ, ശാരീരികപരമായിട്ട് അസുഖങ്ങളിലാണ്, മാനസികപരമായിട്ടുള്ള ടെൻഷൻസിലാണ്, നെഗറ്റിവിറ്റിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്നു. എൻ്റെ ഈ അസുഖം ലോകത്ത് എവിടെയൊക്കെ ഉണ്ട്, അത് അങ്ങനെയാ ഇങ്ങനെയാ, ഈ അസുഖം മാറാത്ത ഒരുപാട് പേരുണ്ട്, മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കര പ്രശ്നമാണല്ലോ. ഏത് സമയം നിങ്ങൾ നെഗറ്റിവിറ്റിയിലാണ് നിങ്ങളുടെ മനസ്സിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും നിങ്ങൾ ആ നെഗറ്റിവിറ്റി മാത്രമായിട്ടും പിക്ക് ചെയ്യുക. അതിന്റെ അർത്ഥം ചുറ്റും പോസിറ്റിവിറ്റി ഇല്ല, നല്ല കാര്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല. കാരണം നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഓരോരുത്തരുടെയും ചിന്തകള്, സ്കിൽസ് വ്യത്യസ്തമാകുന്നിടത്തോളം കാലം നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ചകളും സാഹചര്യങ്ങളും നമുക്ക് വ്യത്യസ്തമായിരിക്കും. ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്ത് എന്ത് നടക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, ഓരോ സാഹചര്യങ്ങളും. പലപ്പോഴും അധികം ആൾക്കാരും പറയാറുണ്ട്, കാരണമായിട്ട് എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെയായി, ഞാൻ ലൈഫിൽ രക്ഷപ്പെടാത്തതിന്റെ കാരണം എൻ്റെ സാഹചര്യങ്ങളാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ വൈഫാണ്, എൻ്റെ ബാക്കിയുള്ള പുറത്തുള്ള സാഹചര്യങ്ങളാണ്, എൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാരെന്ന് എനിക്ക് സപ്പോർട്ട് തന്നില്ല, അവര് വേണ്ട സമയത്ത് എന്നെ പരിഗണിച്ചില്ല, എൻ്റെ പ്രശ്നങ്ങൾ അവര് നോക്കിക്കണ്ടില്ല, സപ്പോർട്ട് തന്നില്ല എന്ന് പറയും. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ ചെറിയ കാരണങ്ങളായിരിക്കാം. പക്ഷെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തയായിരുന്നു? പ്രശ്നങ്ങളെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത്, നമ്മൾ എങ്ങനെയായിരുന്നു പ്രശ്നങ്ങളെ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാനും പരിഗണിക്കാനും അതിനെ നോക്കിക്കാണാനുള്ള ശേഷി നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള കാരണം. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. നമ്മൾ പ്രശ്നങ്ങൾക്ക് മുന്നിലും അതിന്റെ പോസിറ്റിവിറ്റിയിലായിരുന്നു കാര്യങ്ങൾ നോക്കിക്കണ്ടത്, അതല്ല പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു, നമ്മുടെ ആ നെഗറ്റിവിറ്റിയിലേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ നമ്മളെ കൂടുതലായിട്ട് ബാധിക്കും. പലപ്പോഴും പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി അല്ല, നമ്മളെ എത്രത്തോളം മനസ്സിലേക്ക് എടുത്തു എന്നുള്ളതാണ് നമ്മളെ ബാധിക്കാറുള്ളത്. അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫില് പ്രശ്നങ്ങൾ വരാറുള്ളത്. ഓക്കെ, പുതിയ വന്ന മെമ്പേഴ്സിന് ക്ലിയർ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെഷൻ എന്ന് പറഞ്ഞാല് ക്ലീനിങ് ആണ്, അല്ലെ? ശുദ്ധീകരണം. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ, ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വീട് നമ്മൾ ഒരു ദിവസം ക്ലീൻ ആക്കിയില്ല, നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരു ദിവസം ക്ലീൻ ആക്കിയില്ല, ചിലപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല, നമ്മൾ ഇന്നലെ ക്ലീൻ ആക്കിയിരുന്നല്ലോ. ഒരാഴ്ച നിങ്ങൾ ഇത് തുടർന്നാൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ബെഡ്റൂം, അടുക്കളയൊക്കെ ഒരു ദിവസം നിങ്ങൾ ക്ലീൻ ആക്കിയില്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല പിറ്റേന്ന്, അല്ലേ? അല്ലെ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നമ്മൾ വീണ്ടും കമന്റ് ചെയ്യാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾക്ക് മോർണിംഗ് എണീറ്റ് ഇരുന്ന് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന എഫക്റ്റ് അല്ല, അതിലപ്പുറം ഓരോ പോയിന്റും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലണം. ജസ്റ്റ് പുറത്തുകൂടെ ഇങ്ങനെ പോയാൽ പോരാ, അല്ലെ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്തേക്ക്. സൗണ്ട് ഇല്ല ജാഫർ, ഇവിടെ സൗണ്ട് ഉണ്ടല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ സൗണ്ട് ഇല്ലേ? ജസ്റ്റ് കമന്റ്. ബാക്കിയുള്ളവർക്കൊക്കെ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ ജാഫർ, നിങ്ങൾ സൗണ്ട് ജോയിൻ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട്
അപ്പൊ നമ്മൾ ക്ലീൻ ആക്കിയില്ലെങ്കിൽ, അല്ല നമ്മള് വീടുകൾ കുറച്ച് സമയം തന്നെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങും, പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും, അല്ലെ? അപ്പൊ ഓരോ മിനിറ്റിലും 60,000-ഓളം ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന, ഓടിപ്പാഞ്ഞു പോകുന്ന നെഗറ്റിവിറ്റികളൊക്കെ ബസ്സും ട്രെയിനും വിമാനമൊക്കെ വിളിച്ചു വരുന്ന നമ്മുടെ മനസ്സിന്റെ അകം നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചെയിനുകളൊക്കെ ഒന്നിച്ച് ആക്ടിവേറ്റഡ് ആക്കി നമുക്ക് എത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറും. നമ്മുടെ മനസ്സിൽ നിന്ന് പ്രശ്നങ്ങൾ വരും. ആ മനസ്സിൽ നിന്ന് നിരന്തരം ടെൻഷൻസ് വന്നാല് നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നമ്മുടെ തൈറോയിഡ്, നമ്മുടെ ലിവർ, അതേപോലെ തന്നെ നമ്മുടെ ശരീരാവയവങ്ങളിലേക്കൊക്കെ ഈ ടെൻഷൻസ് എത്തും, ഈ പ്രശ്നങ്ങൾ എത്തും, ഈ ബുദ്ധിമുട്ടുകൾ എത്തും. എങ്ങനെ എത്തുക? നമ്മളെ കോർട്ടിസോൾ, നമ്മുടെ ഹോർമോണിന്റെ ബാലൻസ് മൊത്തം തെറ്റും. നിങ്ങൾ കുറച്ച് സമയം നെഗറ്റിവിറ്റിയിൽ ടെൻഷൻ അടിച്ചിരുന്നാല് ശരീരത്തിൽ മൊത്തം സംരക്ഷിച്ചിരുന്ന ഹോർമോൺ ബാലൻസുകളൊക്കെ തെറ്റും. ഈ ശരീരാവയവങ്ങളൊക്കെ പതുക്കെ അതിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ തുടങ്ങും, അല്ലെ? നമ്മള് ഓഫീസിലെ പൊളിറ്റിക്സ് കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓഫീസ് പൊളിറ്റിക്സ്, പരസ്പരമുള്ള പൊളിറ്റിക്സ് കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് എന്നും പ്രശ്നമാണ്. ഹസ്ബൻഡും നിങ്ങളും, നിങ്ങളുടെ വൈഫുമായിട്ട് എന്നും നിങ്ങൾ കലഹത്തിലാണെങ്കിൽ കുറച്ച് സംഭവിച്ച വീടിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ എന്ത് മാറ്റം സംഭവിക്കും? അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അകത്തും പ്രശ്നങ്ങൾ വരും, ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ വരും. കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒറ്റയ്ക്ക് അവർക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ലിവർ, നമ്മൾ കഴിക്കുന്ന ഒരുപാട് ടോക്സിൻസ്, അല്ലെ? നമ്മുടെ ഫുഡിലൂടെയൊക്കെ കീടനാശിനി ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സ്ഥിരം നമ്മുടെ ഫുഡിലൂടെ, പച്ചക്കറികളിലൂടെ, നമ്മൾ കഴിക്കുന്ന സംഭവങ്ങളിലൂടെ നമ്മൾ അകത്തേക്ക് വിടുന്നുണ്ട്. എല്ലാം നമുക്ക് ചിലപ്പോൾ കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എത്ര നമ്മൾ കെയർ ചെയ്താലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അകത്തേക്ക് എത്തും. ഇതിനെ ഓരോന്നും എടുത്ത് ക്ലീൻ ചെയ്ത് ഇതിലെ ടോക്സിൻസിനെ, പ്രശ്നകാരികളെ, അപകടകാരികളെ ഒക്കെ ഇല്ലാതാക്കി അത് സ്വയം ഏറ്റെടുക്കുന്നത് നമ്മുടെ ലിവറാണ് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഈ ടോക്സിൻസ് ഒക്കെ ബ്ലഡ്, രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരാവയവങ്ങളൊക്കെ ബാധിക്കും. അത് ബാധിക്കാതെ ഇതിനെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ലിവറാണ്. ലിവറിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ബാക്കി ശരീരഭാഗങ്ങള് നല്ല രീതിയിൽ ഈ ടോക്സിൻസ് എത്താതെ നല്ല രക്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലിവർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കിഡ്നീസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മസിലുകൾ ഉണ്ടാക്കിയ വേസ്റ്റുകൾ, അല്ലെ? ദിവസം നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കൈ ഒന്ന് ചലിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഉണ്ട് ഒരു 20-30 മസിലുകൾ, കൈകളൊന്ന് ചലിപ്പിക്കാൻ വേണ്ടി തന്നെ. അത് ഓരോന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന വേസ്റ്റുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കിഡ്നി ചെയ്യുന്ന ധർമ്മം. അങ്ങനെ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒന്നിച്ചാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ പരസ്പരമുള്ള ധാരണകള്, ബന്ധങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഹോർമോണുകളാണ്, രക്തത്തിലെ ഹോർമോണുകൾ വഴിയാണ്. ഇത് നിങ്ങൾ ടെൻഷൻ അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ ബാലൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവര് പരസ്പരമുള്ള ബന്ധം നിന്ന് പോകും. നമ്മൾ എന്ത് ചെയ്യും? പ്രശ്നം സംഭവിച്ചു, വീണ്ടും ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഈ ബന്ധം വീണ്ടും വഷളാക്കുക ചെയ്യുന്നത്. താൽക്കാലികമായിട്ടുള്ള, സ്ഥിരമായിട്ട് നമ്മൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി ഈ ബന്ധം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. അപ്പൊ അതൊക്കെ നമ്മളെ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, വീണ്ടും കമന്റ് ചെയ്യുക, മൊബൈൽ എടുക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് മനസ്സിലെ ഈ പ്രശ്നങ്ങളെ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. മനസ്സിന്റെ നെഗറ്റിവിറ്റി, മനസ്സിന്റെ ബാക്കി പ്രോബ്ലംസിനെ നമ്മൾ പതുക്കെ ഹീൽ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണുള്ളത്. മെഡിറ്റേഷൻ സെഷനിൽ, കഴിഞ്ഞ 1-2 മെഡിറ്റേഷൻ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളോട് ഒരുപാട് നന്ദിയുള്ള ആളുകൾ, അല്ലെ? നമ്മളോട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളുകളെ നമ്മൾ നന്ദിയോടെ സ്മരിക്കുക എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് നമ്മൾ പറയും. എന്നും രാവിലെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു, അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, തടുത്തു നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള ഫീലിംഗ് വരുമ്പോ
അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു പരിചയമാണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്ത നമുക്ക് ഒരുപാട് നന്ദിയുള്ള, അല്ലെ, നമ്മൾ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റി എന്ന് തന്നെ ഒരുപാട് പേർക്ക് പറ്റാത്തൊരു സംഭവമാണ്, അല്ലെ. അതിനെ കുറിച്ച് തന്നെ നമുക്ക് ഓർത്ത് നമുക്ക് സ്വയം നന്ദി പറയാം. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ. നമ്മൾ മലയാളികൾക്ക് അതിന്റെ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നന്ദി പറയാ എന്നുള്ളത് വളരെയധികം മോശപ്പെട്ട, പറയാൻ നമ്മൾ മടിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് മടിയാണ്. താങ്ക് യു എന്നൊക്കെ നമ്മള് വളരെ കുറവാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആയിട്ട് കാര്യമില്ല. നമുക്ക് ലൈഫിൽ എന്തുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായി മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ അബണ്ടൻസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ വരുള്ളൂ. സമൃദ്ധി എന്ന് നമ്മൾ പറയാം, അല്ലെ. സമൃദ്ധി വരണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ പോസിറ്റീവ് ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കണം, പറയ തന്നെ വേണം. നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയോ, നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ, ഇത്രയും കാലം ജീവിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്തോ, ഈ പ്രകൃതിയോട്, അല്ലെ, ഈ ഭൂമിയോട്, നമുക്ക് ചുറ്റുള്ള ആളുകളോട് ആരൊക്കെ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവരോടൊക്കെ എന്നും രാവിലെ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും മാറ്റി വെച്ച് അതിന്റെ നന്ദി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. അതല്ലെങ്കിൽ നെഗറ്റിവിറ്റിയുടെ ഈ ചെയിനുകളൊന്നും നമുക്ക് ചിലപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് രാവിലെ തൊട്ട് രാത്രി വരെ പറയും, എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, എന്റെ ലൈഫ് ഇങ്ങനെ ചിലർ പറയുന്നതാണ്, ഉരുകി തീരാൻ വിധിക്കപ്പെട്ടതാണ് എന്റെ ലൈഫ്, നീറി നീറി തീരാൻ എന്റെ ലൈഫ് എന്നൊക്കെ പറയും. അങ്ങനെയല്ല. നിങ്ങൾ അതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് അത് ഫില്ല് ചെയ്യണം. ഇതല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റികള് നമ്മുടെ ശരീരത്തെ ബാധിക്കും, നമ്മുടെ കിഡ്നികളുടെ, നമ്മൾ ഓരോ ശരീര അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്. അതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, നിങ്ങളുടെ ശരീര പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ഇമോഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മൾ ദേഷ്യം വരുന്നത്, നെഗറ്റിവിറ്റി വരുന്നത്, സങ്കടങ്ങള്, ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, അതവിടെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് നമ്മുടെ കൺട്രോളിലാവില്ല. സിമ്പിളി ലൈഫ് ഓട്ടോമാറ്റിക്കലി അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. അതവിടെ ഇങ്ങനെ അതിന്റെ രീതി വർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ നെഗറ്റിവിറ്റി, ഒരുപാട് സങ്കടം മനസ്സിൽ ഇങ്ങനെ താങ്ങാൻ വയ്യാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ചാനലൈസ് ചെയ്യാന്ന് പറയും, ശ്രദ്ധ മാറ്റി വിടുന്നു, എങ്ങോട്ടെങ്കിലൊക്കെ ട്രിപ്പ് പോകുന്നു, തൽക്കാലം ഇതൊക്കെ ഒന്ന് മറന്നു കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ലൈഫ് നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല ശരിയായിട്ടുള്ള സന്തോഷം. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ലൈഫില്, നിങ്ങൾ ട്രിപ്പ് പോയിട്ടില്ലെങ്കിലും, ബാക്കിയുള്ളവരെ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിന്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റേണ്ടതാണ് യഥാർത്ഥ സന്തോഷം. സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആവുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല കേട്ടോ സന്തോഷം. അത് നമ്മൾ പ്ലഷർ എന്നാണ് വിളിക്കുക. അതല്ല ഹാപ്പിനെസ്. അത് സാഹചര്യങ്ങളായിട്ട് ലിങ്ക്ഡ് ആണ്. നിരുപാധികമായിട്ടുള്ള സന്തോഷമാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള സന്തോഷം. അത് നമുക്ക് കിട്ടും, സാധിക്കും. ഇതൊക്കെ പറയുമ്പോൾ അധികം ആൾക്കാരും പറയും അതൊക്കെ ശരിക്കും ഈ ഭയങ്കരമായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് വലിയ 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 ആൾക്കാർക്ക് ഉള്ളതാണ് എന്നൊക്കെ പറയും. അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള നെഗറ്റിവിറ്റികളെ നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കിയാൽ മതി. ഭയങ്കര അധികമുള്ള നെഗറ്റിവിറ്റികളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യണം നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അത് ഭയങ്കരമായിട്ട് വേരുകളുള്ള വലിയ സംഭവങ്ങളായിരിക്കും. അത് ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, EMDR പോലെയുള്ള മെത്തേഡ്സ്. അതെടുത്ത് ഹീൽ ചെയ്യുക. അതേപോലെ നമ്മുടെ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ 1 ഡേ വർക്ക്ഷോപ്പ് കാലിക്കറ്റ് വെച്ച് സെപ്റ്റംബർ 8 ഒരു വീക്ക് കൂടി ഉണ്ട്. ഈ ഞായറല്ല, അടുത്ത ഞായറാഴ്ച സെപ്റ്റംബർ 8 കാലിക്കറ്റ് വെച്ച് നടക്കാൻ പോവാണ്. 1 ഡേ വർക്ക്ഷോപ്പ് നിങ്ങളുടെ ഈ ട്രോമകൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെ, നമ്മുടെ ചില ഓർമ്മകൾ ഉണ്ടാവും. ട്രോമകൾ എന്ന് പറഞ്ഞാൽ പഴയകാല ഓർമ്മകള്, നമ്മളെ വേട്ടയാടുന്ന ഒരുപാട് ചിന്തകള്. ഈ സംഭവങ്ങൾ കറക്റ്റ് ഹീൽ ചെയ്തില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ട് അതിനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, അധികം ആൾക്കാരും പറയാം അത് മറന്നു കളയുന്നു, ഒഴിവാക്കി കളയുന്നു. അതിന് പകരം ഹീൽ ചെയ്ത് ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ കിട്ടില്ല. അല്ലെ, ചില മെമ്മറീസ്
നമ്മള് അങ്ങനത്തെ ഇഷ്ടപ്പെടാത്ത മെമ്മറീസ് വരുമ്പോ എന്താ ചെയ്യുക അധികം ആൾക്കാരും? അതൊന്ന് മാറും, അതിനെ കുറിച്ച് ചിന്തിച്ചില്ല, അത് മറക്കുന്നു എന്ന് പറയും. പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് മെമ്മറീസ് ആവുമ്പോൾ നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ ആ മെമ്മറീസ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. ആ ഇമോഷൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മുടെ ടെൻഷൻ, ആങ്സൈറ്റി, പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. അല്ലാതെ നമ്മുടെ മനസ്സ് അങ്ങനെ, എന്റെ മനസ്സ് ജനിച്ചപ്പോ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം. ഈ ട്രോമകൾ ഒരുപാടുള്ള നമ്മുടെ മെമ്മറീസ് നമ്മളെ, ചിലർ പറയും തീക്ഷ്ണമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരുപാട് മെമ്മറികൾ എൻ്റെ അകത്തുണ്ട്. അത് ഹീല് ചെയ്ത് ഒഴിവാക്കണം. എങ്കിലേ മനസ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണം നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്കിത് നിയന്ത്രണത്തിൽ കിട്ടില്ല. അതിനെ ഹീല് ചെയ്യാനുള്ള ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, EMDR എന്നുള്ളത്. അതായത് നമ്മുടെ ബ്രെയിനിന്റെ 2 ഏരിയകളും നമ്മൾ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കൂടുതൽ നിയന്ത്രണത്തിൽ എടുത്തുകൊണ്ട് ഈ മെമ്മറീസിനെ ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. എല്ലാവരും മൊബൈൽ എടുക്കുക, കമന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇതിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് മെഡിറ്റേഷൻ തന്നെയാണ്. നമ്മൾ എല്ലാ സെഷനിലും പറയാറുണ്ട്, ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കുക. നമ്മൾ രാവിലെ ചെയ്യുന്ന ഈ ഒരു മൈൻഡ്ഫുൾനെസ് ഇന്ററോസെപ്റ്റീവ് സെഷൻ മാത്രമല്ല മെഡിറ്റേഷനിലുള്ളത്. നമ്മുടെ ലൈഫിന്റെ 90% നമ്മൾ ജീവിക്കുന്നത് എന്താണ്? ഓട്ടോമാറ്റിക് ആണ്, അല്ലെ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലികൾ, എന്ത് ജോലി ആയിരുന്നാലും, അത് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് ചെയ്തത് ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 90% നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക് ആണ്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യാ? മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതാണ് മൈൻഡ്ഫുൾനെസ്. കൊച്ചു കൊച്ചു കാര്യങ്ങള്, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ ശ്രദ്ധിക്കണം. അതിന്റെ കളറ്, അത് നിങ്ങളുടെ വായിൽ വെക്കുമ്പോഴുള്ള ഫീലിംഗ്, വെള്ളം കുടിക്കുമ്പോഴുള്ള ഫീലിംഗ്, അതൊക്കെ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക. മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് ഒക്കെ പറഞ്ഞാൽ അതാണ്. അതിൽ ഓരോന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വരും. ഓക്കെ, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? പുതിയ വന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കും ചെയ്യാൻ വേണമെങ്കിൽ. മെഡിറ്റേഷനിൽ നമ്മളിപ്പോഴും ഒരു ബ്രത്ത് വർക്ക് മെഡിറ്റേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് തവണ നമ്മൾ മാറ്റി മെഡിറ്റേഷൻ ട്രൈ ചെയ്തിരുന്നു. ബ്രത്ത് വർക്ക് മെഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഫിറ്റ് ആയതിനു ശേഷം നമുക്ക് ഇനിയും ബാക്കിയുള്ള ടൈപ്പ് മെഡിറ്റേഷൻസിലേക്ക് ഇനിയും പോകാവുന്നതാണ്. ഡെയിലി പരമാവധി നിങ്ങൾ നമ്മുടെ മെഡിറ്റേഷൻ ഡെയിലി ഒന്നും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ക്ലീനിങ് ആണ്. നമ്മുടെ മനസ്സിലെ ഓരോ ട്രോമകള്, പ്രശ്നങ്ങള് നമ്മൾ എടുത്ത് ഹീല് ചെയ്തില്ലെങ്കിൽ, നമ്മളെ റൂം നമ്മള് ഡെയിലി ക്ലീൻ ചെയ്യാത്തത് പോലെ, ക്ലീൻ ചെയ്യാതിട്ട് എന്താ സംഭവിക്കുക? ഒരാഴ്ച നിങ്ങൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോഴാണ് ഇതിന്റെയൊക്കെ തലസ്ഥാനമായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇപ്പോഴും വർഷങ്ങളായിട്ടുള്ള മാലിന്യങ്ങൾ അവിടെ ഉണ്ട്, അല്ലെ? വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോഴും അതിന്റെ അകത്ത് പേറി നടക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ശുദ്ധീകരണം നടന്നിട്ടില്ലെങ്കിൽ, ക്ലീനിങ് നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ചിന്തകള്, ലക്ഷക്കണക്കിന് ചിന്തകളാണ് ഇതിന്റെ അകത്ത് കൂടെ മിന്നി മറിയുന്നത്, ഓടി മറിയുന്നത്, അല്ലെ? ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദുർഗന്ധം വരും, പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ഓരോന്നിടത്ത് നമ്മൾ ക്ലീൻ ചെയ്തേ മതിയാവൂ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ. അങ്ങനെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ശരിയായ രീതിയിലേക്ക് വരികയുള്ളൂ. നിങ്ങൾക്ക് സ്ഥിരം മൈഗ്രെയിൻ, തലവേദന വരുന്നു, ഇത് മാറില്ല, ഇത് ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ഇത് എന്തുകൊണ്ട് വരുന്നു? മൈഗ്രെയിൻ, തലവേദന എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉണ്ടോ? ജസ്റ്റ് കമന്റ്. നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്ത ആർക്കെങ്കിലും ഉണ്ടോ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഹെഡേക്കുകൾ? നിങ്ങളിപ്പോ മൈഗ്രെയിൻ എന്നോ സൈനസൈറ്റിസ് എന്നോ ക്ലസ്റ്റർ ഹെഡേക്ക് എന്നോ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നല്ല തലവേദനകൾ വരാനുള്ള കാരണം.
നമ്മുടെ തലക്ക് ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഓവറായിട്ട് നമ്മൾ ഇമോഷൻസ് കൊടുക്കുമ്പോൾ തലക്കകത്തുള്ള രക്തക്കൊയലുകള് വലുതാവും, ചെറുതാവും, സങ്കോചിക്കും, വികസിക്കും. ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലന്റെ അകത്തുള്ള വേദനയുള്ള സെൻസറുകളുണ്ട്, വേദന ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസറുകളുണ്ട്, അത് ഓണാവും, നമുക്ക് തലവേദനകൾ വരും. പല ഭാഗത്തായിട്ട്, ചിലപ്പോൾ മൈഗ്രെയിൻ പേഷ്യൻസിന് പല ഭാഗത്തായിട്ട് തലവേദന അനുഭവപ്പെടും. അപ്പൊ ഇത് സംഭവിച്ച ഓക്കെ, 1-2 ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി മൈഗ്രെയിൻ ഞാൻ ഡയഗ്നോസ് ചെയ്തു. മൈഗ്രെയിൻ വന്നവന് മാറാറില്ല ഒരാൾക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ്. ഈ ഒരു നെഗറ്റീവ് ചിന്താഗതി ആയിട്ട് പിന്നെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ശരിക്കും മൈഗ്രെയിൻ മാറില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ്. അതിന് തെളിവുകളായിട്ട് നിങ്ങൾ സാഹചര്യങ്ങളെ, ബാക്കിയുള്ള മാറാത്ത ആളുകളെ, അതേപോലെ തന്നെ ഓൺലൈനിൽ ഇത് മാറിപ്പോവാത്ത ആളുകൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇത് മാറില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ വേദന മാനേജ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇത് വളരെയധികം അബദ്ധമാണ്, തെറ്റാണിത്. കാരണം മൈഗ്രെയിൻ മാറിപ്പോയ ഒരുപാട് പേര് എനിക്കറിയാം. നിങ്ങൾ ഈ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾ ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ മൈഗ്രെയിൻ മാറില്ല. നിങ്ങൾ എത്ര ഡോക്ടേഴ്സിനെ കണ്ടോ, എവിടെയൊക്കെ പോയി എന്നുള്ളതല്ല. മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ, നിങ്ങളുടെ തലവേദനകൾ മാറണമെങ്കിൽ നിങ്ങൾ തലേന്റെ അകം പരിഗണിക്കണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കുന്ന ഇമോഷൻസ്, പ്രശ്നങ്ങൾ, നിരന്തരമായിട്ടുള്ള ടെൻഷൻസ് എന്തുകൊണ്ട് വരുന്നു, അത് പരിഹരിക്കണം, പരിഗണിക്കണം, അതിനെ മാറ്റണം. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈഗ്രെയിൻ എന്നല്ല, ശാരീരിക അസുഖങ്ങളൊക്കെ മാറിപ്പോകും. കാരണം നമ്മുടെ തലക്കറിയാം, നമ്മുടെ ശരീരത്തിന് അറിയാം ഹീൽ ചെയ്യാൻ. പ്രശ്നങ്ങളെ, ഒരു മുറിവുണ്ടായാലേ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി അത് മാറ്റും, അല്ലേ? അതിനത് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങളും. ഓട്ടോമാറ്റിക്കലി ഇത് മാറ്റാൻ നമ്മുടെ ശരീരത്തിന് അറിയാം. ആ ഒരു സ്വയം പ്രതിരോധ ശേഷിയെ നമ്മൾ പരിഗണിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇത് മാറാത്തതിന്റെ കാരണം പലപ്പോഴും പലരും പറയും ഞാൻ കണ്ട ഡോക്ടേഴ്സ് ആണ്. അങ്ങനെയല്ല. നിങ്ങൾ പ്രശ്നമായിട്ട് ചെല്ലുമ്പം അതിനുള്ള താൽക്കാലിക ആശ്വാസം കൊടുക്കാൻ മാത്രമേ ഹോസ്പിറ്റൽസിനും ഡോക്ടേഴ്സിനും സാധിക്കുള്ളൂ. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം അവരോ ഡോക്ടേഴ്സോ സാഹചര്യങ്ങളോ ബന്ധുക്കളോ ബാക്കിയുള്ളവരൊന്നും അല്ല, നമ്മളായിരുന്നു. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് അകത്തേക്ക് കയറ്റി വിട്ടതും അതിന് അവിടെ ഇങ്ങനെ കളിക്കാൻ വിട്ടതൊക്കെ നമ്മളാണ്. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ എന്ന് ഏറ്റെടുത്ത് അതിന് ഹീല് ചെയ്യാൻ ഒരുങ്ങുന്നോ അന്ന് നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോവും. അന്നേ മാറിപ്പോവൂ. അതാണ് യഥാർത്ഥമായിട്ടുള്ള അവയർനെസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ കുറെ നേരത്തെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ സെഷൻസ് നമുക്ക് നിർത്താം. ഓക്കെ ജാഫർ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇതില്? ഓക്കെ, ഓക്കെ ജാഫർ, സാനിൽ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ആൾ. അപ്പം രാവിലെ കേൾക്കുന്ന സമയത്ത് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചിന്തകളിലേക്ക് മനസ്സ് പലതും പോകട്ടോ. നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. മനസ്സിന് അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. പക്ഷേ കൂട്ടിലടക്കുന്ന പോലെ മനസ്സിനെ ഇങ്ങനെ കൂട്ടിലടച്ച് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് ഫ്രീ ആക്കി വിടണം. എന്നിട്ട് മനസ്സിനെ പതുക്കെ പിടിച്ചു കൊണ്ടുവരണം. നമ്മൾ മെരുക്കിയെടുക്കുക എന്നാ പറയാം. പതുക്കെ മെരുക്കിയെടുക്കണം. സാധിക്കും നമ്മളെ കൊണ്ട്. അതിനു വേണ്ടി നമ്മൾ ഈ മെഡിറ്റേഷൻ, ഞാൻ പറഞ്ഞ അകത്തേക്കുള്ള മെഡിറ്റേഷൻ ആയിരുന്നാലും പുറത്തേക്കുള്ള മെഡിറ്റേഷൻ ആയിരുന്നാലും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഈ ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ഓക്കെ, താങ്ക് യു ആൾ.